മഴത്തോരും മുൻപേ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ നമ്മൾ പ്രേക്ഷകരെല്ലാവരും കാത്തിരുന്നത് പോലെ തന്നെ ഒടുവിൽ വൈജയന്തി അലീനയെ തിരിച്ചറിയുന്നുണ്ട്. അങ്ങനെ ശിവശങ്കരനും രാജീവൻ ഹോസ്പിറ്റലിൽ വന്നെങ്കിൽ പോലും അവരൊരു കാര്യത്തിലും ഇടപെടുന്നില്ല. ഹോസ്പിറ്റൽ ബില്ല് കൊടുത്താൽ ആ പൈസ പോകുമല്ലോ എന്നൊക്കെ മടിച്ചു നിന്ന് അവരിങ്ങനെ പുറകോട്ട് വലിഞ്ഞു നിൽക്കുകയാണ്. ബാലചന്ദ്രൻ വീട്ടിലേക്ക് പോകുന്ന സമയത്തിന് ഗോവർദ്ധനെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ടായിരിക്കും പോകുന്നത്. അല്ലെങ്കിൽ പിന്നെ മനുവും സുനന്ദയായിരിക്കും കാര്യങ്ങളൊക്കെ നോക്കുന്നതും. ബാലചന്ദ്രന് ഹേർട്ട് പേഷ്യൻ്റ് അല്ലേ, അതുകൊണ്ട് ഒരുപാട് നേരം ഹോസ്പിറ്റൽ വാസമൊന്നും അയാൾക്ക് കഴിയില്ലല്ലോ. ബാലചന്ദ്രന് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് വൈജയന്തിയെ വന്ന് കാണുമെന്ന് മാത്രം. അലീനയും കൃഷ്ണമോളും മാത്രമുള്ളത് കൊണ്ട് തന്നെ ബാലചന്ദ്രൻ ഏതായാലും വീട്ടിൽ തന്നെയായിരിക്കും നിൽക്കുന്നത്. അന്ന് രാത്രി മനുവും സുനന്ദയായിരിക്കട്ടോ രാത്രി അവിടെ കാവൽ നിൽക്കുന്നത്. ഗോവർദ്ധനൻ വീട്ടിലേക്ക് പോയി. രാത്രി ആവുമ്പോൾ കൂട്ടിരിക്കാൻ സ്ത്രീകൾ ആരെങ്കിലും വേണമല്ലോ, അതുകൊണ്ട് ബാലേട്ടൻ്റെ പെങ്ങളായ സുനന്ദയായിരിക്കും അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ മനുവും സുനന്ദയും അവിടെ ഇരുന്ന് സംസാരിക്കാണ്. ആ സംസാരത്തിൽ സുനന്ദ പറയുന്നുണ്ട്, എന്നാലും മനു, എനിക്കിപ്പോഴും ബാലേട്ടനെ അങ്ങ് മനസ്സിലാവുന്നില്ല. ബാലേട്ടൻ്റെ സ്വഭാവം പണ്ട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. എത്ര പെട്ടെന്നാ ആ മനുഷ്യനങ്ങ് മാറിയത്. ബാലേട്ടന് വൈജയന്തി എന്ന് പറഞ്ഞ അത്രയ്ക്കു ജീവനായിരുന്നു. അത് കുഞ്ഞുനാൾ മുതലുള്ള പ്രണയമായിരുന്നല്ലോ. ഒടുവിൽ എല്ലാവരുടെയും എതിർപ്പൊന്നും തന്നെ വകവെക്കാതെ സ്നേഹിച്ച് പിന്നാലെ നടന്ന് വിവാഹം കഴിച്ചതല്ലേ. അന്ന് മുതൽ ബാലേട്ടൻ്റെ ചേച്ചിയെ ഭയങ്കര കാര്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്താ ഇങ്ങനെ സംഭവിച്ചതെന്ന് മാത്രം എനിക്ക് പിടികിട്ടുന്നില്ല. ഒരു പക്ഷേ ബാലേട്ടൻ്റെ ഈ കയ്യിലിരിപ്പ് കൊണ്ടാണോ എന്നും എനിക്ക് തോന്നുന്നുണ്ട്. എങ്കിലും ബാലേട്ടൻ പറഞ്ഞ ആ കഥകളൊന്നും തന്നെ എനിക്കങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറയാട്ടോ മനുവിനോട്. അത് കേട്ടതോടുകൂടി തന്നെ മനു പറഞ്ഞു, അതെ സുനിതേച്ചി, അതൊന്നും തന്നെ നിങ്ങൾ വിചാരിക്കുന്ന പോലെയുള്ള സത്യമൊന്നും അതിലില്ല. അത് കേട്ടപ്പോൾ സുനന്ദ അമ്പരന്നു. എന്ത്, സത്യമില്ലെന്നോ? മനു തുടർന്നു, അതെ, അങ്കിൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അങ്കിൾ അങ്ങനെ ഒരു തെറ്റ് ചെയ്യുമെന്ന് ചേച്ചിക്ക് ശരിക്കും തോന്നുന്നുണ്ടോ? സുനന്ദ ഒന്ന് പരിങ്ങി. അല്ല, അത് പിന്നെ എൻ്റെ കാഴ്ചപ്പാടിൽ ഒരിക്കലും അങ്ങനെയൊന്നും ബാലേട്ടൻ ചെയ്യില്ല. നമ്മൾ കേൾക്കുന്നതൊന്നും തന്നെ ആവില്ലല്ലോ സത്യം. അവർക്കിടയിൽ എന്തോ ഒരു നാടകമുണ്ടെന്ന് നമുക്കറിയില്ലല്ലോ. നമുക്ക് ഈ പുറമേ കാണുന്നത് മാത്രമല്ലേ അറിയുള്ളൂ. മനുവിന് സത്യങ്ങളെല്ലാം അറിയാം. അവൻ ചോദിച്ചു, അലീനെക്കുറിച്ച് അങ്കിൾ പറഞ്ഞ കഥകളൊക്കെ സത്യമാണെന്ന് ചേച്ചി വിശ്വസിക്കുന്നുണ്ടോ? സുനന്ദ പറഞ്ഞത്, അത് പിന്നെ മനു, ബാലേട്ടൻ തന്നെയല്ലേ ആ കഥകളൊക്കെ പറഞ്ഞത്. എങ്കിലും ഇനിയിപ്പോൾ എന്തെങ്കിലും മറച്ചു വെക്കാൻ വേണ്ടി ബാലേട്ടൻ കള്ളം പറഞ്ഞതാണോ എന്നൊന്നും എനിക്ക് ചെറിയ സംശയമുണ്ട്. ഇടയ്ക്ക് ബാലേട്ടൻ കടയിലെ കാര്യങ്ങൾ പോലും നോക്കുന്നില്ലെന്ന് ചേട്ടൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞിരുന്നു. പക്ഷേ അതിൻ്റെ കാര്യം എന്താണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. പിന്നെ ദേ പെട്ടെന്ന് ബാലേട്ടന് ഹാർട്ട് അറ്റാക്കായി. അങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ. കുറച്ചു നാളായിട്ട് വീട്ടിൽ ഇങ്ങനെയാ ഓരോരോ പ്രശ്നങ്ങളില്ലേ. ആ അലീന വന്നതിന് ശേഷമാണ് ഇതെല്ലാം തുടങ്ങിയത് എന്ന് പറയാണ്. അന്നേരം മനു പറയുന്നുണ്ട്, സുനിതേച്ചി, ആ അലീന അവളൊരു പാവം പെങ്കൊച്ചാണ്. അവൾ ശരിക്കും അറിയാത്തത് കൊണ്ടാണ് ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത്. അവളോടൊന്ന് അടുത്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അറിയാം അവൾ എത്രമാത്രം പാവമാണെന്ന്. സുനന്ദ വിട്ടില്ല. എന്തൊക്കെ ആയാലും എനിക്ക് അവളെ അങ്ങോട്ടേക്ക് ബോധിച്ചിട്ടില്ല മനു. ഇപ്പോൾ വൈജേച്ചിക്ക് ഈ ആപത്തുണ്ടാവാനും കാരണം ആ അലീന തന്നെയല്ലേ. അവളാണ് ഇതിനെല്ലാത്തിനും കാരണമെന്നാണ് എല്ലാവരും പറയുന്നത്. ആ സമയത്തിന് മനു പറയുന്നുണ്ട്, അല്ല ചേച്ചി, ഇനിയിപ്പോൾ എത്ര ദിവസം ഇവിടെ കിടക്കേണ്ടി വരുമെന്ന് ആർക്കറിയാം. ഐസിയിൽ നിന്ന് വാർഡിലേക്ക് മാറ്റിയാലും കൂടെ നിൽക്കാൻ ഒരാൾ വേണം. രാവും പകലും സ്ത്രീകൾ ആരെങ്കിലും കൂടെ നിന്നേ പറ്റൂ. ചേച്ചിക്കാണെങ്കിലും എപ്പോഴും ഇവിടെ വന്ന് നിൽക്കാനൊന്നും പറ്റില്ലല്ലോ. എൻ്റെ അമ്മയാണെങ്കിൽ കുറേ വർത്തമാനം പറയുമെന്നല്ലാതെ ഇവിടെ വന്ന് നിൽക്കാനൊന്നും എൻ്റെ അമ്മ പോകുന്നില്ല. അന്നേരം സുനന്ദ പറഞ്ഞത്, അതെ ശരിയാണ്, സാഹചര്യം കൊണ്ട് എനിക്കും ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഇനിയൊരു പക്ഷേ ഒരു ഹോം നേഴ്സിനെ നിർത്തേണ്ടി വരുമെന്ന് പറയും. എനിക്കാണെങ്കിൽ മക്കളെ വിട്ട് രാവും പകലും ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കാനൊന്നും പറ്റൂലല്ലോ മനു. മനു പറയുന്നുണ്ട്, നമുക്ക് നോക്കാം, അങ്കിളിനോട് നമുക്ക് സംസാരിക്കാം. അങ്കിൾ തന്നെ എന്താന്ന് വെച്ചാൽ തീരുമാനിക്കട്ടെ എന്ന് പറയും. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അലീന ബാലചന്ദ്രന് ആഹാരം കൊടുക്കുന്ന സമയത്ത് മെല്ലെ പറഞ്ഞു, അച്ഛാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ബാലചന്ദ്രൻ നോക്കിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ? അലീന തുടർന്നു, അത് അമ്മയുടെ കാര്യമാണ്. അമ്മയെ നോക്കാൻ ഇപ്പോൾ ആരെങ്കിലും അവിടെ വേണ്ടേ? മനുവേട്ടനും സുനന്ദേച്ചിയൊക്കെ അവിടെ വന്നിട്ട് പോവല്ലേ. രാത്രിയിൽ അവിടെ ഒരു പെണ്ണും കൂടെ വേണ്ടേ? സുനന്ദേച്ചിക്കാണെങ്കിൽ എപ്പോഴും വരാൻ പറ്റുമോ? ബാലചന്ദ്രൻ അതിനെക്കുറിച്ചൊന്ന് ആലോചിച്ചു. അല്ല മോളെ, അവളുണ്ടല്ലോ ആ സുനന്ദ, അവൾ അവിടെ നിൽക്കട്ടെ. വേറെ ഇപ്പം ഇനി ആരുണ്ട്? പവിത വന്ന് നോക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കൃഷ്ണമോളാണെങ്കിൽ സ്കൂളിലേക്ക് പോകണം. പിന്നെ ഡ്രസ്സ് മാറ്റുന്നതിനും പരിചയമുള്ള ആരെങ്കിലും തന്നെ കൂടെ വേണം. ഇത് കേട്ടപ്പോൾ അലീന തൻ്റെ ധൈര്യം സംഭരിച്ചുകൊണ്ട് പറഞ്ഞു, അച്ഛാ, ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ പോയേക്കാം. ഞാൻ അമ്മയെ നോക്കിക്കോളാം. ആ ഓർഫണേജിൽ വയ്യാതെ കിടക്കുന്നവരും മുറിവ് പറ്റിയവരും ഒക്കെ ഒരുപാടുണ്ടായിരുന്നു. അവരെയൊക്കെ നോക്കിയത് ഞാനാണ്. ഞാൻ ആ കോഴ്സും പാസ്സായിട്ടുണ്ട്. ഇങ്ങനെയുള്ളവരൊക്കെ എങ്ങനെയാണ് ശുശ്രൂഷിക്കേണ്ടത് എന്നൊക്കെ എനിക്ക് നല്ല പോലെ അറിയാം. ബാലചന്ദ്രനൊന്ന് പേടിച്ചു. മോളെ, നിനക്ക് തോന്നുന്നുണ്ടോ അവൾ നിന്നെ അവളുടെ അടുത്തേക്ക് അടുപ്പിക്കുമെന്ന്? നിനക്കറിയാമല്ലോ അവളെ. അവൾക്ക് നിന്നെ കാണുന്നതേ ഇഷ്ടമല്ലല്ലോ. അലീന പറഞ്ഞു, ഇപ്പം അമ്മക്ക് സംസാരിക്കാൻ പോലും പറ്റില്ലല്ലോ അച്ഛാ. അമ്മക്ക് കയ്യും കാലും അനക്കാൻ പോലും പറ്റില്ല. ഈ അവസ്ഥയിൽ അമ്മ എന്നെ അടിച്ചു ഓടിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എനിക്കാ ധൈര്യമുണ്ട് അച്ഛാ.
എൻ്റെ അമ്മയെ ഞാൻ പൊന്നുപോലെ നോക്കും. ഞാൻ നോക്കുന്നത് പോലെ എൻ്റെ അമ്മയെ വേറെ ആരും നോക്കില്ലല്ലോ. അലീനയുടെ വാക്കുകളിലെ ആത്മാർത്ഥത ബാലചന്ദ്രന് മനസ്സിലായി. സൗദാമിനി മുത്തശ്ശിയെ കിടപ്പിൽ നിന്നും എഴുന്നേൽപ്പിച്ച് നടത്തിയത് അലീനയാണെന്ന് അദ്ദേഹത്തിനറിയാം. എങ്കിലും വൈജയന്തിയുടെ ആ 2 ആങ്ങളമാർക്കിടയിൽ അവിടെ പ്രശ്നമുണ്ടാകുമെന്ന് ഉറപ്പാണ്. പക്ഷേ അവരെ ഒതുക്കാനൊക്കെ ബാലചന്ദ്രനെ നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ ബാലചന്ദ്രൻ പറഞ്ഞു, മോളെ, നീ അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കൊന്നും അത് ഇഷ്ടപ്പെടില്ല. അലീന മറുപടി കൊടുത്തു. അതൊന്നും സാരമില്ല അച്ഛാ, വേറെ ആരുടെയും ഇഷ്ടമൊന്നും എനിക്ക് നോക്കേണ്ട കാര്യമില്ല. അച്ഛന് സമ്മതമാണോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. അമ്മക്കൊന്ന് ഭേദമായിട്ട് വരുന്ന സമയത്ത് അമ്മക്ക് ഇഷ്ടമുള്ളവരെ അമ്മ അവിടെ നിർത്തിക്കോട്ടെ, എനിക്കൊരു പ്രശ്നവുമില്ല. അന്നേരം അലീനയുടെ നിർബന്ധത്തിന് വഴങ്ങി ബാലചന്ദ്രൻ അതിന് സമ്മതിച്ചു. ശരി മോളെ, എല്ലാം നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് പറയും. ആ സമയത്തിന് കൃഷ്ണമോൾ അങ്ങോട്ടേക്ക് വന്നു. അലീന കാര്യം പറഞ്ഞപ്പോൾ കൃഷ്ണമോൾ പറഞ്ഞു, ചേച്ചി വരുന്നുണ്ടെങ്കിൽ ഞാൻ കൂടെ നിൽക്കാം. ഞാൻ അവിടെ വന്ന് അമ്മയുടെ കൂടെ നിന്നോളാം. ബാലചന്ദ്രൻ പറഞ്ഞു, അപ്പം നിന്റെ പഠിപ്പോ കൃഷ്ണേ? നീ എത്ര ദിവസം ഇങ്ങനെ സ്കൂളിലേക്കൊന്നും പോവാതെ ഇരിക്കും? പിന്നെ രോഗികളെ നോക്കുക എന്ന് പറഞ്ഞാൽ അതത്ര നിസ്സാരമായ കാര്യമൊന്നുമല്ല. അതൊക്കെ പഠിച്ചു തന്നെ ചെയ്യണം. അലീന അവളെ സമാധാനിപ്പിച്ചു. മോൾ സ്കൂളിലേക്ക് പോയിക്കോ, ഞാൻ പോയിക്കോളാം. അമ്മയുടെ കാര്യങ്ങളൊക്കെ ഞാൻ നല്ല ഭംഗിയായി തന്നെ നോക്കിക്കോളാം. നീ ഒന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കൃഷ്ണമോള് പോയി കഴിഞ്ഞപ്പോൾ അലീന രേവതിക്കുട്ടിയെ വിളിച്ചു. വൈജയന്തിയുടെ കാര്യങ്ങളും താൻ അവിടെ പോകുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. രേവതിക്കുട്ടിക്ക് വലിയ താല്പര്യമൊന്നും തോന്നിയില്ല. ചേച്ചി, ഇനിയിപ്പോൾ അതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? അവർക്കാണെങ്കിൽ ചേച്ചിയെ കണ്ടുകൂടല്ലോ. ചേച്ചിയെ ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ലേ അവർ അന്ന് ആ വീട് വിട്ട് ഇറങ്ങിപ്പോയത്? ആ സമയത്തുണ്ടായതല്ലേ ആക്സിഡൻറ്റ്. ചേച്ചി ഇനി അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ നിർത്തുമോ? അലീന പറഞ്ഞു, അതൊന്നും സാരമില്ല രേവതിക്കുട്ടി. എന്തെന്നെ പറഞ്ഞാലും അതെൻ്റെ അമ്മയല്ലേ. ചിലപ്പോൾ എന്നെ ചീത്ത പറയുമായിരിക്കും, ഇറങ്ങിപ്പോവാൻ പറയുമായിരിക്കും. പക്ഷേ വയ്യാതെ കിടക്കുന്ന ഒരാളെ നോക്കുക എന്നത് നമ്മുടെ കടമയല്ലേ. പോരാത്തതിന് അതെൻ്റെ സ്വന്തം അമ്മയാണ്. എനിക്ക് ഇന്നേ വരെ എൻ്റെ അമ്മയുടെ അടുത്തൊന്ന് ഇരിക്കാനോ ഇടപഴകാനോ ഒന്നും തന്നെ അവസരം കിട്ടിയിട്ടില്ല. ആദ്യമായി കിട്ടുന്ന ഒരവസരമാണിത്, രേവതിക്കുട്ടി പറഞ്ഞു. എല്ലാം ചേച്ചിയുടെ ഇഷ്ടം പോലെ നടക്കട്ടെ. പക്ഷേ അവരുടെ സ്വഭാവം അറിയാലോ. നാവ് പൊങ്ങുമ്പോഴേക്കും അവർ ഉറപ്പായും ചേച്ചിയെ ചീത്ത വിളിക്കും. ഇപ്പം മിണ്ടാൻ പറ്റാത്തത് കൊണ്ട് അവർ അവിടെ അങ്ങ് കിടന്നോളും. കയ്യും കാലൊക്കെ അനങ്ങി തുടങ്ങുമ്പോൾ കണ്ടോ അവരുടെ തനി നിറം പുറത്തു വരും. അലീന പറഞ്ഞു, എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. എഴുന്നേറ്റ് നടന്ന് ചീത്ത പറയുന്ന പോലെയല്ലല്ലോ ഇപ്പം വയ്യാതെ കിടക്കുന്നത്. അതോടെ രേവതിക്കുട്ടിക്ക് പിന്നീട് അലീനയോട് കൂടുതലൊന്നും തന്നെ പറയാനുണ്ടായിരുന്നില്ല. പിന്നീട് അങ്ങനെ ബാലചന്ദ്രനും അലീനയും കൂടി ഹോസ്പിറ്റലിലേക്ക് എത്തി. അവിടെ രാജീവനും ശിവശങ്കരനും ഉണ്ടായിരുന്നു. അലീനയെ കണ്ടതും രാജീവൻ ശിവശങ്കരനോട് ചോദിച്ചു, ഇവളെന്തിനാ ഇങ്ങോട്ടേക്ക് പൊക്കിയെടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്? ഇനിയിപ്പോൾ വൈജയന്തിയുടെ ബാക്കി ജീവൻ കൂടി അങ്ങ് എടുക്കാൻ വേണ്ടിയിട്ടാണോ? അവൻ അടുത്തെത്തിയപ്പോൾ ശിവശങ്കരൻ കയർത്തു. എന്താ ബാലേന്ദ്ര ഇത്? ഇവളെന്തിനാ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്? ബാലചന്ദ്രൻ ശാന്തനായി പറഞ്ഞു. എന്തിനാണെന്ന് മനസ്സിലായില്ലേ? വൈജയന്തിയെ നോക്കാൻ ഒരാളും കൂടി വേണം. അതിന് അലീനയെ നിർത്താനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അത് കേട്ടപ്പോൾ അവർക്ക് ദേഷ്യം വന്നു. എന്ത്, ഇവളെയോ? ഇവളെ ഇവിടെ നിർത്താൻ നിനക്ക് എന്താ വട്ടാണോ ബാലചന്ദ്ര? വൈജയന്തി അതിന് സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ബാലചന്ദ്രൻ വിട്ടില്ല. മിണ്ടാൻ വയ്യാതെ കിടക്കുന്ന അവൾക്കിപ്പോൾ ഒരാളുടെ സഹായം നിർബന്ധമാണ്. സ്ത്രീകളാരെങ്കിലും തന്നെ കൂടെ ഉണ്ടെങ്കിലേ പറ്റൂ. രാജീവൻ പറഞ്ഞു, അതിന് അലീന തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. ശിവശങ്കരൻ പറയുന്നുണ്ട്, അതെ, സുനന്ദ വന്നിരുന്നല്ലോ. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, സുനന്ദ എൻ്റെ പെങ്ങളാണ്. അവൾക്ക് ഇവിടെ വേറെയും തിരക്കൊക്കെയുണ്ട്. അവളോട് ഞാൻ വന്ന് നിൽക്കാനൊന്നും പറയില്ല. എന്നാൽ ഒരു കാര്യം ചെയ്യാം, നിന്റെ ഭാര്യ ഉണ്ടല്ലോ കമല, അവളോട് ഇവിടെ വന്ന് നിൽക്കാൻ പറ. അലീനെ ഞാൻ ഇവിടെ നിന്നും ഒഴിവാക്കിക്കോളാം. ഇത് കേട്ടപ്പോൾ ശിവശങ്കരനൊന്ന് പതുങ്ങി. കമലയുടെ സ്വഭാവം അവന് നന്നായിട്ടറിയാം. വീട്ടിലെ പണി പോലും ചെയ്യാൻ മടിയുള്ളവനാണ് അവൾ. ഇവിടെ വന്ന് ഹോസ്പിറ്റൽ പേഷ്യൻറ്റിനെ നോക്കാൻ പോകുന്നത് ആലോചിക്കാൻ പോലും അവൾക്ക് കഴിയില്ല. ശിവശങ്കരൻ പിന്നെ ഒന്നും മിണ്ടാതായപ്പോൾ ബാലചന്ദ്രൻ വീണ്ടും ചോദിച്ചു, എന്താ ശിവേട്ട, നാവിറങ്ങിപ്പോയോ? വായ കൊണ്ട് പറയാൻ എല്ലാവർക്കും പറ്റും, പക്ഷേ അത് പ്രാവർത്തികമാക്കാൻ കുറച്ച് പാടാണ്. ഒന്നുകിൽ ശിവേട്ടൻ തന്നെ ഹോം നേഴ്സിനെ നിർത്തുക. ഇവിടുത്തെ ബില്ലും കാര്യങ്ങളൊക്കെ ശിവേട്ടൻ നോക്കുക. അല്ലെങ്കിൽ പിന്നെ ഒന്നും മിണ്ടാതിരുന്നോ? ബില്ലൊക്കെ ഞാൻ തന്നെ അടക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ കാര്യങ്ങളൊക്കെ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ എനിക്കറിയാം. ഇവിടെ നിങ്ങൾ വെറുതെ കാഴ്ചക്കാരെ പോലെ വന്ന് നിൽക്കുന്നതല്ലേ ഉള്ളൂ. വൈജയന്തി എൻ്റെ ഭാര്യയാണ്. അവളെ ആര് നോക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്, അല്ലാതെ കൊല്ലപ്പള്ളി വീട്ടിലെ രാജീവനും ശിവശങ്കരനുമല്ല. ബാലചന്ദ്രൻ്റെ ആ മറുപടി കേട്ടപ്പോൾ അവർക്ക് തിരിച്ചൊന്നും തന്നെ പറയാൻ പറ്റില്ലായിരുന്നു. അവർ അവിടെ തന്നെ അന്തം വിട്ടു നിൽക്കുകയേ ചെയ്തുള്ളൂ. കുറച്ചു കഴിഞ്ഞപ്പോൾ അലീനയെ അകത്തേക്ക് വിളിപ്പിച്ചു. അലീനയാണ് ബൈസ്റ്റാൻഡർ എന്ന് ബാലചന്ദ്രൻ നഴ്സിനോട് പറഞ്ഞിരുന്നു. അലീന മെല്ലെ ഐസിയിലേക്ക് കടന്നു. ആക്സിഡന്റിന് ശേഷം ആദ്യമായിട്ടാണ് അലീന അമ്മയെ കാണുന്നത്. ആ കിടക്കിപ്പ് കണ്ടപ്പോൾ അലീനയുടെ ഉള്ളൊന്ന് പിടഞ്ഞു. അവൾ അമ്മയുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. അവളുടെ കണ്ണുകൾ പതുക്കെ നിറഞ്ഞു വന്നു. ഈ സമയത്ത് വൈജയന്തി മെല്ലെ തല തിരിച്ചു നോക്കി. വൈജയന്തിക്ക് ബോധം വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ബാലചന്ദ്രൻ വന്നപ്പോൾ അവൾ അവിടെ സെഡേഷനിലായിരുന്നു. അലീന കരയുന്നത് കണ്ടപ്പോൾ അവിടെയുണ്ടായിരുന്ന നഴ്സ് ചോദിച്ചു, ആരാ ഇവരുടെ? അലീന പറഞ്ഞു, ഞാൻ ഇവളുടെ മൂത്ത മോളാണ്.
ഇത് കേട്ടപ്പോൾ തന്നെ വൈജയന്തി ഒരു നിമിഷം ഒന്ന് ഷോക്കേറ്റതുപോലെയായി. ഇവൾ തൻ്റെ മൂത്ത മകളോ? പലതും വിളിച്ചു പറയണമെന്നുണ്ടായിരുന്നു വൈജയന്തിക്ക്. പക്ഷേ നാവനക്കാൻ പോലും പറ്റില്ലല്ലോ. താടിയെല്ലിന് നല്ല പൊട്ടുണ്ട്, പല്ലുകളൊക്കെ ഇളകിപ്പോയിട്ടുമുണ്ട്, മുഖത്തിൻ്റെ ഒരു വശത്ത് ബാൻഡേഡ്. അവൾക്ക് ആ സമയത്ത് അലീനയെ വെറുപ്പോടുകൂടെ നോക്കാൻ മാത്രമേ പറ്റിയുള്ളൂ. നഴ്സുമാർ അവിടെ നിന്നും പോയി കഴിഞ്ഞപ്പോൾ അലീന അമ്മയുടെ അടുത്തേക്ക് സ്റ്റൂളിലിരുന്നു. അലീന വൈജയന്തിയുടെ കൈകൾ മെല്ലെ കോർത്ത് പിടിച്ചു. വൈജയന്തി രൂക്ഷമായി നോക്കുന്നുണ്ട് എങ്കിലും അലീന പതറാതെ തന്നെ പറഞ്ഞു, അമ്മ പേടിക്കണ്ട, ഞാൻ കൂടെയുണ്ട്. ഇവിടെ നിന്നും ഡിസ്ചാർജ് ആകുന്നതുവരെ അമ്മയെ ഞാൻ നോക്കിക്കൊള്ളാം. ഒരു കുഴപ്പമില്ലാതെ ഞാൻ അമ്മയുടെ കൂട്ടിരിക്കാം. ഇത് കേട്ട് വൈജയന്തിയുടെ കണ്ണ് പതുക്കെ നിറഞ്ഞു തുടങ്ങിയിരുന്നു. അതൊരു പക്ഷേ സങ്കടം കൊണ്ടാണോ അതോ താൻ ഇത്രയും ദ്രോഹിച്ചിട്ടും ഇവൾ തന്നെ നോക്കാൻ വന്നല്ലോ എന്ന് ഓർത്ത് കുറ്റബോധം കൊണ്ടാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും ആ കണ്ണുകളിങ്ങനെ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. പുറത്ത് രാജീവനും ശിവശങ്കരനും കട്ടക്കലിപ്പിലാണ്. ശിവശങ്കരൻ ഉടനെ തന്നെ മനുവിനെ വിളിച്ചു. എടാ മനു, ആ ബാലചന്ദ്രൻ അലീനെ ഇവിടെ കൂട്ടി നിർത്തിയിട്ടുണ്ട്. നീ ഒന്ന് വിളിച്ചിട്ട് വല്ല ഹോം നേഴ്സിനെയും ഇവിടെ വെക്കാൻ പറ. അവളെ ഇവിടെ നിർത്തേണ്ട ഒരു കാര്യവുമില്ല. മനുവിനത് കേട്ടപ്പോൾ നല്ല ദേഷ്യം വന്നു. അച്ഛൻ അത്ര ബുദ്ധിമുട്ടാണെങ്കിൽ ഒന്നുകിൽ അമ്മ അവിടെ കൊണ്ടുപോയി നിർത്താൻ പറ. അച്ഛൻ്റെ പെങ്ങളല്ലേ ആൻറ്റി, അച്ഛനും കുറച്ച് ഉത്തരവാദിത്വമൊക്കെ ഇല്ലേ? ഇത് കേട്ടപ്പോൾ ശിവശങ്കരൻ അങ്ങ് ഞെട്ടിപ്പോയി. മനു വിട്ടില്ല. ദേ അച്ഛാ, അവിടെ അവർ വയ്യാതെ കിടക്കാണ്, അല്ലാതെ വാശിയും വൈരാഗ്യം കാണിക്കേണ്ട സമയമൊന്നുമല്ല ഇത്. അലീനെ കൊണ്ട് അങ്കിൾ ഒരു സഹായമാവുമെങ്കിൽ അതല്ലേ നല്ലത്. ഇനിയിപ്പോൾ അച്ഛൻ അവിടെ ഇടങ്കോലിട്ടിട്ട് അങ്കിൾ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ തന്നെ പോയി നോക്കുമോ ആൻറ്റിയെ? ഉണ്ടെങ്കിൽ പറ, ഞാൻ അലീനയോട് ഇപ്പം തന്നെ അവിടെ നിന്നും തിരിച്ചു വരാൻ പറഞ്ഞോളാം. ബാക്കി ഉത്തരവാദിത്തം അച്ഛൻ ഏറ്റെടുക്കേണ്ടി വരും. അത് കേട്ടതോടുകൂടി തന്നെ ശിവശങ്കരൻ്റെ നാവടഞ്ഞു. അവൻ പെട്ടെന്ന് തന്നെ ഫോൺ കട്ട് ചെയ്തു. പിന്നീട് അങ്ങനെ ഗംഗാധരൻ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട്. അദ്ദേഹം സ്ഥലത്തില്ലാത്തത് കൊണ്ടാണ് ഇത്രയും വൈകിയത്. അദ്ദേഹം വന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. വൈജയന്തിയെ കാണാൻ അകത്തേക്ക് കയറിയപ്പോൾ അലീന അവിടെ ഇരിക്കുന്നത് അദ്ദേഹത്തിന് ആശ്വാസമായിരുന്നു. വൈജയന്തിയുടെ കിടപ്പ് കണ്ടപ്പോൾ ഗംഗാധരന് സങ്കടം സഹിക്കാൻ പറ്റിയില്ല. എങ്കിലും അലീന കൂടെയുള്ളത് നല്ലൊരു കാര്യമായിട്ടേ അദ്ദേഹത്തിന് തോന്നിയുള്ളൂ. അദ്ദേഹത്തിന് അലീനയോടപ്പോൾ ദേഷ്യമൊന്നുമില്ല. ഗംഗാധരന് അലീനയോട് പ്രത്യേകിച്ച് ദേഷ്യമൊന്നും തന്നെയില്ല. ഹോസ്പിറ്റലിലെ ആ മുറിയിൽ അലീന വൈജയന്തിയുടെ അരികിൽ തന്നെയായിരുന്നു. വൈജയന്തിക്ക് ആദ്യമൊക്കെ അവളെ കാണുന്നത് പോലും കടുത്ത ദേഷ്യമായിരുന്നു. അലീന സ്പൂണിൽ വെള്ളം കൊടുക്കാൻ ചെല്ലുമ്പോൾ വൈജയന്തി മുഖം വെട്ടിക്കും, അല്ലെങ്കിൽ കണ്ണുകൾ അടച്ചു കളയും. പക്ഷേ അലീന തളർന്നില്ല. അവൾ ഓരോ തവണയും പുഞ്ചിരിയോട് കൊടുത്തിനെ അമ്മയെന്ന് വിളിച്ചുകൊടുത്തിനെ ആ ശുശ്രൂഷ തുടർന്നു. രാത്രിയിൽ വൈജയന്തിക്ക് വേദന കൊണ്ട് ഉറക്കം വരാതെ വരുമ്പോൾ അലീന അവളുടെ നെറ്റിയിൽ തലോടിക്കൊണ്ട് മെല്ലെ പാട്ടുകൾ പാടിക്കൊടുത്തു. പണ്ട് അമ്മ തനിക്ക് പാടിത്തരേണ്ടിയിരുന്ന ആ പാട്ടുകൾ അലീന അമ്മക്ക് വേണ്ടി പാടി. ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. ഒരു ദിവസം നഴ്സ് ഡ്രസ്സിങ് മാറാൻ വേണ്ടി വന്നപ്പോൾ വൈജയന്തിക്ക് വല്ലാതെ വേദന കൊണ്ട് പൊളിയും. ആരും അറിയാതെ അലീനയുടെ കൈകൾ വൈജയന്തി മുറുക്കി പിടിച്ചു. ആ പിടിയിൽ ഒരു മകളുടെ സാമീപ്യം വൈജയന്തി ആദ്യമായി തിരിച്ചറിയുകയായിരുന്നു. അലീനയുടെ കണ്ണുകളിൽ നിന്നും ഒരു കണ്ണുനീർ തുള്ളി വൈജയന്തിയുടെ കൈകളിലേക്ക് ഇറ്റി വീണു. വേദനിക്കുന്നുണ്ടോ അമ്മേ? ഇപ്പം ശരിയാവും കേട്ടോ എന്ന അലീനയുടെ വാക്കുകൾ വൈജയന്തിയുടെ ഉള്ളിലെ കടുത്ത വിദ്വേഷത്തിൻ്റെ മഞ്ഞൊരുക്കാൻ കാരണമായി. താൻ ഇത്രയും ദ്രോഹിച്ചിട്ടും സ്വന്തം ആങ്ങളമാർ പോലും തിരിഞ്ഞു നോക്കാത്ത ഈ സമയത്ത് തന്നെ പൊന്നുപോലെ നോക്കുന്നത് ഈ പെണ്ണാണല്ലോ എന്ന തിരിച്ചറിവ് വൈജയന്തിയെ വല്ലാതെ ഉലച്ചു. ആ കാഴ്ചകൾക്ക് ശേഷം ഡിസ്ചാർജായി വീട്ടിലെത്തിയപ്പോൾ വൈജയന്തി പൂർണ്ണമായും മാറിയിരുന്നു. വീടിൻ്റെ ഉമ്മർത്ത് അലീനയുടെ കയ്യും പിടിച്ച് കയറുമ്പോൾ വൈജയന്തിയുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. അവിടെ കാത്തിരുന്ന രാജീവനും ശിവശങ്കരനും അവളെ തടയാൻ നോക്കിയെങ്കിലും വൈജയന്തി തൻ്റെ വിറക്കുന്ന കൈകൾ കൊണ്ട് തന്നെ അവരെ തടഞ്ഞു. പതുക്കെ അവൾ അലീനയുടെ മുഖത്തേക്ക് നോക്കി വിറക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു, എന്നെ എൻ്റെ മുറിയിലേക്ക് മകൾ കൊണ്ടുപോയിക്കോളും. ആ വാക്ക് കേട്ടതോടുകൂടെ തന്നെ അലീനയുടെയും ബാലചന്ദ്രൻ്റെയും ജീവിതത്തിൽ ഏറ്റവും വലിയ സ്വപ്നം സഫലമാവുകയായിരുന്നു. ഇത്രയും ദിവസം ഹോസ്പിറ്റലിൽ പരിചരിച്ചും അമ്മയെന്ന് നിർത്താതെ വിളി കേട്ടുകൊണ്ട് തന്നെ വൈജയന്തിയുടെ മനസ്സിൽ അലീന തൻ്റെ സ്വന്തം മോളാണ് എന്നൊരു തോന്നലുണ്ടായി. മാത്രവുമല്ല, എന്നെ എൻ്റെ മോള് കൊണ്ടുപോയിക്കോളുമെന്ന് വൈജയന്തി പറയുന്നത് കേൾക്കുന്ന സമയത്തിന് വൈജയന്തി അലീനയെ സ്വന്തം മോളായിട്ട് മനസ്സിൽ അംഗീകരിച്ചു എന്നാണല്ലോ. അതുകൊണ്ട് തന്നെ ഒട്ടും പ്രതീക്ഷിക്കാത്തതുപോലെ തങ്ങളുടെ സ്വപ്നം തന്നെ സാക്ഷാത്കരിച്ച ആ ഒരു സന്തോഷത്തിലായിരിക്കട്ടെ ബാലചന്ദ്രനും അലീനയും. ഇനി വരാൻ പോകുന്ന നല്ല സൂപ്പർ ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.